അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 30ാമത്തെ ദിവസമാണിന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നമ്മുടെ ഈ വലിയ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 30 ദിവസങ്ങളിലായി നമ്മൾ ഉത്കണ്ഠ, ദേഷ്യം, ക്ഷമ, നന്ദി, വിധിയിലുള്ള വിശ്വാസം, നമസ്കാരം തുടങ്ങി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഈ ചാലഞ്ചിൽ പങ്കെടുത്ത നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റങ്ങൾ എങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി ഇനി മുതലാണ്. ഈ 30 ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ വലിയ സമാധാനം, തുമൈനീന, എങ്ങനെ ജീവിതകാലം മുഴുവനും നിലനിർത്താം? ഒരു ട്രെയിനർ എന്ന നിലയിൽ ഈ ചാലഞ്ചിൻ്റെ അവസാന ദിവസത്തിൽ ഞാൻ പറയാം, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല, ചെറിയ നല്ല കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോഴാണ്. ഈ ശാന്തത ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാനുള്ള 5 അവസാന ഗോൾഡൻ റൂളുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി സ്ഥിരതയുടെ സൈക്കോളജിയും ഇസ്ലാമും. മനഃശാസ്ത്രപരമായി ഒരു നല്ല ശീലം, അതായത് ഹാബിറ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ കുറഞ്ഞത് 21 മുതൽ 66 ദിവസങ്ങൾ വരെ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ 30 ദിവസം കൊണ്ട് ഒരു അടിത്തറ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ചെറിയ കാര്യങ്ങളാണെങ്കിലും പോലും അത് സ്ഥിരമായി കൺസിസ്റ്റൻ്റായി ചെയ്യുന്നതിനാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ് എന്നുള്ളത്. തുടർച്ചയായി ചെയ്യുന്ന ചെറിയ നന്മകളാണ് വലിയ വലിയ മാനസിക മാറ്റങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത്. ഇനി മനസ്സമാധാനം സ്ഥിരമായി നിലനിർത്താനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത് ദിവസേനയുള്ള ആത്മപരിശോധന. ദിവസവും രാത്രി സ്വന്തം പ്രവർത്തികളെ വിലയിരുത്തുക. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഇരുന്ന് ഇന്ന് എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റി, ആരൊക്കെ വേദനിപ്പിച്ചു എന്ന് ആത്മപരിശോധന ചെയ്യുക. അതിനെ സൈക്കോളജിയിൽ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. തെറ്റുകൾക്ക് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ, ക്ഷമ ചോദിക്കുക. നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് മനസ്സിനെ എപ്പോഴും ശുദ്ധമായി നിലനിർത്തും. ഇനി രണ്ടാമത്തേത് തുമൈനീന ഡയറി. അത് എഴുതുന്നത് തുടരുക. നമ്മൾ ചാലഞ്ചിൻ്റെ ഭാഗമായി തുടങ്ങിയ നന്ദി പ്രകടിപ്പിക്കുന്ന ആ ഒരു ശീലം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, നിർത്തിവെക്കരുത്. ദിവസവും രാത്രി അള്ളാഹു തന്ന 3 നല്ല കാര്യങ്ങൾ ഡയറിയിൽ എഴുതുന്നത് ജീവിതകാലം മുഴുവനും നിങ്ങളെ പോസിറ്റീവായി നിലനിർത്താൻ വേണ്ടി സഹായിക്കും. ഇനി മൂന്നാമത്തേത് ദിക്റുകൾ ജീവിതത്തിൽ ഒരു ചര്യയാക്കി മാറ്റുക. രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ അതൊരു സംരക്ഷണ കോട്ടയാക്കുക. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ ഒരൊറ്റ ദിവസം പോലും ഒഴിവാക്കാതെ മുന്നോട്ടേക്ക് തുടരുക. അത് നിങ്ങളുടെ മനസ്സിന് ചുറ്റും നെഗറ്റീവ് ചിന്തകൾ കടക്കാതെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വലിയൊരു സംരക്ഷണം അത് നിങ്ങൾക്ക് ചുറ്റും തീർക്കും. ഖുർആനിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്ര ഹൃദയങ്ങൾ ശാന്തമാകുന്നത് എന്ന്. ഇനി നാലാമത്തേത്, വീഴ്ചകൾ വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരിക. തെറ്റുകൾ പറ്റിയാൽ നിരാശപ്പെടാതെ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. ഇനി വരുന്ന ദിവസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നമസ്കാരത്തിൽ ശ്രദ്ധ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നേക്കാം. ഞാൻ വീണ്ടും പഴയതുപോലെയായി എന്ന് കരുതി നിരാശപ്പെടരുത്. മനുഷ്യനായാൽ വീഴ്ചകൾ വരും. അപ്പോൾ തന്നെ അള്ളാഹുലേക്ക് മടങ്ങുക. ഇനി 5ാമത്തെ കാര്യം, ലക്ഷ്യം എപ്പോഴും പരലോകമാക്കുക. ഫോക്കസ് ഓൺ ആഖിറ. ഈ ലോകം താൽക്കാലിക പരീക്ഷണശാലയാണെന്ന് ഓർക്കുക. ഈ ദുനിയാവ് പൂർണ്ണമായ സമാധാനത്തിലുള്ള ഒരു സ്ഥലമല്ല. ഇതൊരു
പരീക്ഷണശാല മാത്രമാണ്. യഥാർത്ഥവും ശാശ്വതവുമായിട്ടുള്ള സമാധാനം സ്വർഗത്തിലാണ്. ആ ലക്ഷ്യം മനസ്സിലുള്ളവർക്ക് ഈ ദുനിയാവിലെ ഒരു പ്രതിസന്ധിയും വലിയ ഭാരമായി തോന്നില്ല. അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാവിനോട് പരലോകത്ത് വെച്ച് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഹേ ശാന്തമായ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക എന്നുള്ളത്. ഇതോടെ ഈ 30 ദിവസത്തെ ചാലഞ്ചിന് ഏറ്റവും അവസാനത്തെ ടാസ്ക് ഇതാണ്. കഴിഞ്ഞ 30 ദിവസത്തെ ഈ യാത്രയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവം, ആ ഒരു ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകൾ മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാകും. ഈ 30 ദിവസത്തെ അറിവുകൾ വെറുമൊരു വീഡിയോ കാണലായി ഒതുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കി മാറ്റുക. അവസാനമായി പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ ഒന്നിച്ച് നടത്തിയ ഈ 30 ദിവസത്തെ തുമൈനീന യാത്ര ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനപൂർണമായ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാവുകയാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം നിന്നതിന് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അള്ളാഹു നമ്മുടെ ഈ ചെറിയ ശ്രമത്തെ സ്വീകരിക്കട്ടെ, നമ്മുടെ മനസ്സുകൾക്ക് പരമമായ ശാന്തത പ്രദാനം ചെയ്യട്ടെ. ഈ ചാലഞ്ച് കഴിഞ്ഞാലും മനോഹരമായ പുതിയ സൈക്കോളജി, സ്പിരിച്വൽ വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ വീണ്ടും കണ്ടുമുട്ടുന്നത് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.